ഹായ് ഓൾ, ദിസ് ഇസ് നിഷാനി ജോസ് ഹിയർ. വെൽക്കം ബാക്ക് അഗെയിൻ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ന്യൂസിലാൻഡിൽ എത്തിയ നഴ്സുമാർക്കും അതുപോലെ തന്നെ ഇനിയും ന്യൂസിലാൻഡിലോട്ട് പോകാനിരിക്കുന്ന നഴ്സുമാർക്കാണെങ്കിലും അവരറിഞ്ഞിരിക്കേണ്ട ചില ഇമ്പോർട്ടൻസ് ആയ കുറച്ച് കാര്യങ്ങൾ. അപ്പം അധികം വൈകിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ OET പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയാണ്. അപ്പം എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഏത് കൺട്രിയിലോട്ടാണോ നിങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ ഏതാണോ അത് സെറ്റ് ചെയ്യുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ OET പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ. അതായത് ഇപ്പം എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടില്ലേ എയിം ഹൈ എന്ന്. അതായത് നമുക്കൊരു ഫുൾ ബി, അപ്പം ഏത് കൺട്രിയിലോട്ടാണെന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നമുക്കൊരു ഫുൾ ബി എന്നുള്ളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചായിരിക്കണം നിങ്ങളുടെ നെക്സ്റ്റ് OETയുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ OET പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും ലീവ് എടുത്തോ അല്ലെങ്കിൽ റിസൈൻ വെച്ചിട്ടോ OET പ്രിപ്പയർ ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. ഞാനിതുപോലെ ജോലി ചെയ്യുന്ന സമയത്ത് OET പ്രിപ്പയർ ചെയ്യാൻ എൻ്റെ ചേട്ടായൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഡ്യൂട്ടിയുടെ സമയമാണ്, പഠിക്കാൻ ടൈം കിട്ടത്തില്ല, ടയേർഡാണ്, വൺസ് റിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് നീട്ടി കൊണ്ടുപോയായിരുന്നു. സോ എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ ഒരു കാര്യം ചെയ്യാമെന്ന് വെക്കുമ്പോഴത്തേനും മാറ്റി വെക്കാണ്ടിരിക്കുക. പിന്നെ നമ്മൾ റിസൈൻ ചെയ്തിട്ട് പിന്നെ സമയമെടുത്ത് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ആ ഒരു സമയം കിട്ടിയെന്ന് വരില്ല. അപ്പം ഗ്യാപ്പ് കൂടാതെ റെസിഗ്നേഷനൊന്നും കൊടുക്കാതെ മാക്സിമം നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ജോബിനോട് കൂടെ തന്നെ നമുക്ക് OET പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ ശ്രമിക്കാവുന്നതാണ്. കാരണം നമുക്ക് വൺസ് റെസിഗ്നേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ OETക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഒരു 3 to 6 months അല്ലെങ്കിൽ ചിലവർക്ക് 3 to 6 months കിട്ടിയാൽ വെൽ ആൻഡ് ഗുഡ്. അല്ലാത്തവർക്ക് ചില മോഡ്യൂൾസൊക്കെ പ്രത്യേകിച്ച് റീഡിങ് ആൻഡ് ലിസണിങ് എന്ന് പറയുന്ന മോഡ്യൂൾസ് ഒത്തിരി പാടാവാറുണ്ട്. എല്ലാവർക്കും അറിയാം റീഡിങ് ആൻഡ് ലിസണിങ് എന്ന് പറയുന്ന മോഡ്യൂൾസ് ഇത്തിരി ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റിലൊന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല, എന്നാൽ കിട്ടുന്നവരുമുണ്ട്. പക്ഷേ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അതിൻ്റെ പുറകെ കുറച്ച് ടൈം അങ്ങനെ നമ്മൾ വീണ്ടും ഈ 3 to 6 months എന്നുള്ളത് വീണ്ടും 1 year വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോഴും പുറത്തേക്ക് പോകാൻ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലോട്ട് പോകാനിരിക്കുന്ന കുറേ പേരുണ്ട്. കുട്ടികളായിട്ടും അത് മാറ്റി വെച്ചിട്ട് ഇനിയിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് 1-2 വയസ്സാവട്ടെ അത് കഴിഞ്ഞിട്ട് നോക്കാം എന്ന് പറയുന്ന കുറേ ഫ്രണ്ട്സിനെ എനിക്കറിയാം. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും കുട്ടികളുണ്ട് എന്ന് കരുതി ബുദ്ധിമുട്ടാണ് എനിക്കറിയാം. പക്ഷേ നമ്മളെന്താ കിട്ടുന്ന സമയം നമ്മൾ പാഴാക്കാതെ ഇപ്പോൾ യൂട്യൂബ്സിലാണെങ്കിലും കുറേ വീഡിയോസ് പലരും ചെയ്തിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഓൺലൈൻ ക്ലാസ്സോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സോ അറ്റൻഡ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്താൽ പലരും നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നോക്കി ഏറ്റവും ടഫായിട്ടുള്ള നിങ്ങൾക്ക് തോന്നുന്ന മോഡ്യൂൾസ് ജസ്റ്റ് ഒന്ന് ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇപ്പോഴേ തന്നെ ഒന്ന് പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേന് നിങ്ങൾ എക്സാം എഴുതുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേന് യു വിൽ ബി ബെറ്റർ. OET ക്ലിയർ ആയി കഴിയുമ്പോൾ പിന്നെ വരുന്ന നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഏത് ഏജൻസിനെ അപ്രോച്ച് ചെയ്യാമെന്ന് ആയിരിക്കും. അപ്പം ഞാൻ എൻ്റെ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഒരിക്കലും നമ്മളൊരു ഫെയിം നോക്കി ഒരു ഏജൻസിനെ അപ്രോച്ച് ചെയ്യാണ്ടിരിക്കുക. ഈ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ CGFNS പ്രോസസ്സിങ് നിങ്ങൾ തന്നെ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ ഏത് കൺട്രിയിലോട്ടാണോ പോകാനുള്ളത് അവരുടെ വെബ്സൈറ്റിൽ എങ്ങനെയൊക്കെയാണ് പ്രോസസ്സിങ്, എന്തൊക്കെയാണ് നെക്സ്റ്റ് സ്റ്റെപ്സ് എന്ന് നിങ്ങൾക്കൊന്ന് റെഫർ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് അവർ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ അവർ അയക്കുന്ന മെയിലിന് റിപ്ലൈ കൊടുക്കാൻ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ പ്രൊസീഡ് ബൈ യുവർ സെൽഫ്. എന്ന് വെച്ചാൽ ഇപ്പം ഇംഗ്ലീഷ് എന്ന് പറയാതെ ഒരിക്കലും നമ്മൾ ഇംഗ്ലീഷ് ടെസ്റ്റ് ഒന്നും പാസ്സാവാതെ ഒരിക്കലും നമുക്കൊരു യൂറോപ്യൻ കൺട്രിയിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ യു ആർ ക്യാപ്പബിൾ. സോ അപ്പം എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഒരിക്കലും നിങ്ങൾ അത്രയും പൈസയാണ് നമുക്ക് വേസ്റ്റ് ആയി പോകുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പൂൺ ഫീഡിങ് ആണ്. അവർക്ക് വേണ്ട എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ അങ്ങോട്ട് അവരുടെ കയ്യിലേക്ക് എത്തിക്കുന്നു, അവർ ജസ്റ്റ് അത് അപ്ലോഡ് ചെയ്യുന്നു ആ സൈറ്റിൽ കയറി. അപ്പോൾ അത് നമുക്ക് CGFNS പ്രോസസ്സിങ് നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ എനിക്കറിയാം ഞാനിങ്ങനെ പറഞ്ഞാലും ഇപ്പം ഒന്നാമത് ഈ കറൻറ്റ് സിറ്റുവേഷൻ ആയതുകൊണ്ട്
പെട്ടെന്ന് പ്രോസസ്സിങ് ചെയ്യാനായിട്ട് അങ്ങനെ അധികം റിസ്ക് എടുക്കാത്തവരാണ് നമ്മളിൽ പലരും. സോ അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഏജൻസിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ചാടിക്കയറി ഒരു ക്യാബ് സീറ്റ് എടുക്കാതിരിക്കുക. കാരണം കറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ. നമുക്ക് കറൻറ്റ് സിറ്റുവേഷനിലെ ജോബ് വേക്കൻസീസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്യാബ് സീറ്റ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ പോയ സമയത്തെക്കാട്ടിലും കൂടുതൽ ക്യാബ് സീറ്റിൻ്റെ ഒരു റേറ്റ് കൂടി വാങ്ങുന്നതായിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇപ്പോഴും അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവരോട് ചോദിക്കുന്ന ക്യാബ് സീറ്റിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ഇത്തിരി കൂടിയിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, മേ ബി ഇപ്പോൾ ഈ വേക്കൻസി ഒട്ടും ഇല്ല, അതുപോലെ തന്നെ കുറേ കോളേജസൊക്കെ ക്ലോസ് ചെയ്തല്ലോ, മേ ബി അതുകൊണ്ടായിരിക്കാം. അപ്പം നിങ്ങൾ ഏജൻസിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഗെറ്റ് ഓൾ ദ ഡീറ്റെയിൽസ്. പിന്നെ അവരോട് ചോദിക്കുക, വൺസ് നമ്മൾ ക്യാബ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു ഇൻ്റർവ്യൂ സെറ്റാക്കി തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ അവരുമായിട്ട് സംസാരിച്ചൊരു ഇൻ്റർവ്യൂ നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പാസ്സായി കഴിയുമ്പോഴത്തേന് വൺസ് നമ്മളവിടെ ചെന്ന് നമ്മുടെ കോഴ്സ് തീരുമ്പോഴത്തേക്കിന് നമുക്കവിടെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന പോലെ വൺസ് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് അങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ ആ വഴിയിലൂടെയും ഒന്ന് ചിന്തിച്ച് നോക്കാം. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് ഞങ്ങൾ പോയിരുന്ന സമയത്തൊന്നും ഇങ്ങനെയൊന്നും പറഞ്ഞു തരാനോ ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കി തരാനോ ആരും ഉണ്ടായിരുന്നില്ല. സോ അപ്പം നമ്മൾ അവിടെ ചെന്ന് പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ അത്ര നല്ലതായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഇനിയും പോകുന്ന നഴ്സുമാരാണെങ്കിലും അവർക്കിങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ ഞാനീ പറയുന്നത്. പിന്നെ ഏജൻസിയുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഏതൊക്കെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ അവിടുത്തെ എല്ലാം നഴ്സിംഗ് കൗൺസിലിൽ നിന്നുള്ള രജിസ്ട്രേഷൻ ചിലരുടെ എക്സ്പയർഡായി പോയിരിക്കാം. അപ്പം ആ എക്സ്പയർഡായി കിടക്കുന്ന രജിസ്ട്രേഷൻസ് എല്ലാം റിന്യൂ ചെയ്ത് അപ് ടു ഡേറ്റ് ആക്കി വെക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് പ്രോസസ്സിങ്ങിന് വേണ്ടി നമ്മൾ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ ആ ഹോസ്പിറ്റലിൻ്റെ അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ നമുക്ക് നഴ്സിംഗ് കൗൺസിലിൽ രജിസ്ട്രേഷൻ ആവശ്യമാണ്. അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ അത് റിന്യൂ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രോസസ്സിങ് CGFNS പ്രോസസ്സിങ്ങിൻ്റെ അത്ര ഒരു സമയം നമുക്ക് ലാഭിക്കാം. ഇപ്പം എൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ എക്സ്പയർഡായി പോയിരുന്നു. അപ്പം ഞാനത് റിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം വൺസ് നമ്മൾ OET ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ രജിസ്ട്രേഷന് വേണ്ടി റിന്യൂ ചെയ്യാൻ വേണ്ടി വീണ്ടും നമുക്കൊരു 1 month അങ്ങനെ പോയി. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരിക്കലും നമ്മളുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും നമ്മളൊരു ടൈം ലാഗ് ഉണ്ടാകാൻ ഈ സിറ്റുവേഷനിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ടൈം ലാഗ് ഉണ്ടാക്കാതിരിക്കുക. പിന്നെ ഇപ്പം ന്യൂസിലാൻഡിലോട്ട് പോയി കഴിഞ്ഞ നഴ്സുമാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചു വന്ന നഴ്സുമാർക്കാണെങ്കിലും അറിയാം, ഇപ്പം നമുക്ക് നേരത്തേക്കെന്ന് പറഞ്ഞാൽ ക്യാപ്പിൻ്റെ കോമ്പിറ്റൻസി അസസ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന കോഴ്സിൻ്റെ റീഫണ്ട് നമ്മൾ കൊടുക്കുന്ന ആ പൈസ നമുക്ക് റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട് കിട്ടുമായിരുന്നു. ഇപ്പം അവിടെ റെസിഷനും ഒക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഏകദേശം ആ ഒരു ക്യാപ്പ് റീഫണ്ട് എന്ന് പറയുന്നത് ക്ലോസായി വരുന്ന ഒരു സാഹചര്യമാണെന്നല്ല, ഏകദേശം ഓൾമോസ്റ്റ് ക്ലോസ് ആയിട്ടുണ്ട്. പിന്നെ പറയാനുള്ള ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്കോ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഒരു 6 months മുന്നേ, അറ്റ്ലീസ്റ്റ് മിനിമം ആണ് പറയുന്നത്, 6 months മുന്നേ എങ്കിലും ഒരു 2 lakhs എങ്കിലും നമ്മളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് അങ്ങനെ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കുമെന്ന് മനസ്സിലായി. അറ്റ്ലീസ്റ്റ് 6 months എങ്കിലും നമുക്ക് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് നമുക്ക് കാണിക്കേണ്ടി വരും. പിന്നെ കുറച്ച് ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചിരുന്നു, ഇപ്പം ക്യാപ്പുമുണ്ട് ഓസ്കിയുമുണ്ട്, അപ്പോൾ അവരുടെ ഏജൻസിയിൽ നിന്ന് ചോദിക്കുന്നുണ്ട് ക്യാപ്പിൻ്റെ അഡ്മിഷൻ വേണോ ഓസ്കിയുടെ അഡ്മിഷൻ വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഏത് ഡിസിഷനാണ് എടുക്കാനുണ്ടെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരിക്കലും ഈ കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ ക്യാബ് സീറ്റ് എടുക്കണ്ടെന്ന് ഞാൻ പറയും. കാരണം നമ്മൾ എങ്ങനെ പോയാലും ക്യാപ്പിന് തന്നെ ഒരു 4 to 5 lakh നമ്മൾ ക്യാബ് കോഴ്സിന് തന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പം കറൻറ്റ് സിറ്റുവേഷന് റീഇംബേഴ്സ്മെൻറ്റ് കിട്ടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് അത്രയും എന്ന് പറയുന്നത് നമ്മുടെ പൈസ വേസ്റ്റായി പോകുന്നതിന് തുല്യമാണ്. അപ്പം നിങ്ങൾ ഓസ്കിക്ക് അഡ്മിഷൻ എടുക്കുകയെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 3 to 4 days 3 days അങ്ങനെ ഉള്ളൂ. അപ്പം എന്തായാലും വിതിൻ 1 weekനുള്ളിൽ നിങ്ങൾക്ക് അവിടെ പോയി കോഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു വന്ന് നാട്ടിൽ സ്റ്റിൽ വർക്കിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കറൻറ്റ് എംപ്ലോയറുടെ അടുത്ത്
ഒരു ലോങ് ലീവ് ചോദിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ റെസിഗ്നേഷൻ കൊടുക്കേണ്ട ആവശ്യമോ വരുന്നില്ല. കാരണം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രോസസ്സിങ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് ക്യാപ്സിറ്റോ അല്ലെങ്കിൽ ഓസ്കോ സീറ്റ് എടുക്കുന്ന ടൈമിൽ മാത്രം നിങ്ങൾ ഏജൻസിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും നമ്മുടെ പൈസ എന്ന് പറയുന്നത് ലാഭിക്കാം. ബാക്കിയുള്ള പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം അവർ തരുന്ന മെയിൽസിന് റിപ്ലൈ കൊടുക്കാൻ കഴിവുള്ളവരായിരിക്കുമല്ലോ യൂറോപ്യൻ കൺട്രീസിലോട്ടൊക്കെ വർക്ക് ചെയ്യാനുള്ളത്. സോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മാൽ പ്രാക്ടീസ് ഒന്നും കാണിക്കാതെ കള്ള സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കാതിരിക്കുക. നമ്മുടെ ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ പറയും. ഇപ്പം നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല, ഗ്യാപ്പാണ്, എന്തുകൊണ്ട് ഗ്യാപ്പ് ഉണ്ടായി, ഇത്രയും നാൾ ഗ്യാപ്പ് ഉണ്ടായി, 1 ഇയർ 2 ഇയർ 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം ഗ്യാപ്പൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്യും. അവർക്ക് ജെനുവിനായിട്ടുള്ള ഒരു റീസൺ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കാൻ കഴിയാവുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ്, നിങ്ങൾ തിയറി ക്ലാസ്സസ് മാക്സിമം നിങ്ങൾക്ക് ഇവിടെ നിന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തിയറി ക്ലാസ് ഇവിടെ നിന്ന് അറ്റൻഡ് ചെയ്തിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്ലിനിക്കൽ പ്ലേസ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടൈമും മണിയും, അതായത് അവിടെ ചെന്ന് നമ്മുടെ നിൽക്കുമ്പോഴുള്ള തിയറി ക്ലാസ്സിന് വേണ്ടി വീണ്ടും ഒരു 1 വീക്ക് നമ്മുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം നമ്മൾ നോക്കേണ്ടി വരും. അപ്പം നമുക്ക് അവിടെ അത്രയും ക്യാഷ്, നമ്മുടെ സമയമൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും നിങ്ങളുടെ ജോബ് റിസൈൻ ചെയ്യാതെ വേണം കേട്ടോ അവിടെ പോകാനും അവിടുത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് വന്നിട്ട് നിങ്ങളുടെ പ്രീവിയസ് ജോബ് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ന്യൂസിലൻഡിലോട്ടാണ് പോകുന്നതെങ്കിൽ പണ്ടൊക്കെ ഞങ്ങൾ പോകുന്ന സമയത്തൊക്കെ ഒരു 8 to 9 months മിനിമം എടുക്കുമായിരുന്നു. ഇപ്പോൾ അത് 1 year പ്ലസ് പ്രോസസ്സിങ് ടൈം എടുക്കുന്നുണ്ട് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനാണ്. പ്ലസ് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രജിസ്ട്രേഷൻ കിട്ടാനും ജോബ് കിട്ടാനും വീണ്ടും ഒരു 6 months മിനിമം എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ എന്തോരം സമയം 1.5 വർഷത്തോളം വേസ്റ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഗ്യാപ്പ് എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ ഇടവരുത്തരുത്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഗ്യാപ്പും കൂടെ ഉണ്ടെങ്കിൽ എന്തോരം നമുക്ക് നമ്മുടെ ജോബ് കിട്ടാനുള്ള ചാൻസസ് കുറയ്ക്കുമെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. സോ ഒരിക്കലും നിങ്ങൾ ജോബ് റിസൈൻ വയ്ക്കാതിരിക്കുക. ഇപ്പോൾ ഓൾറെഡി ഗ്യാപ്പ് ഉള്ളവരാണെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് പറ്റാവുന്ന ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ APC കിട്ടിക്കഴിയാൽ, അതായത് ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ തന്നെ നമ്മൾ ന്യൂസിലൻഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉള്ള മെയിനായിട്ടുള്ള നല്ല ഗുണങ്ങൾ എന്ന് പറയുന്നതാണ് 2 കൺട്രീസിലെ രജിസ്ട്രേഷൻ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കിട്ടും. അല്ലാതെ ഇപ്പം ഇന്ത്യയിൽ നിന്ന് ഒരു കാൻഡിഡേറ്റിന് അത്ര പെട്ടെന്ന് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടില്ല, ഇന്ത്യയിൽ നിന്നാണെങ്കിലും മറ്റു കൺട്രീസിൽ നിന്നാണെങ്കിലും. അപ്പം നമ്മളവിടെ ചെന്ന് നമുക്ക് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ടാസ്മാൻ മ്യൂച്വൽ ആക്ട് അങ്ങനെ പറയുന്ന ഒരു ഇതിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ ആപ്ല രജിസ്ട്രേഷൻ കിട്ടാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല CVസും കവർ ലെറ്റേഴ്സും പ്രിപ്പയർ ചെയ്യുക. ജെന്യുവനായിട്ടുള്ള നിങ്ങളുടെ സിറ്റുവേഷൻ ആയിരിക്കണം കവർ ലെറ്ററിൽ മെൻഷൻ ചെയ്യേണ്ടത്. CVയിൽ നിങ്ങളുടെ പ്രൊഫഷണൽ സമ്മറി ആയിരിക്കണം. റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാമെന്ന് പറയത്തില്ല, ഇപ്പം ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും അത് നമ്മുടെ ലൈഫിൽ നമുക്ക് ചില അത്യാവശ്യമാവുന്ന സാഹചര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും നമുക്ക് ഹെൽപ്പ് ചെയ്യാനുണ്ടാവുക. കാരണം ചില കാൻഡിഡേറ്റ്സിൻ്റെ കേസിൽ ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് നെക്സ്റ്റ് ഹോസ്പിറ്റലിൽ കയറി, അപ്പം അവിടെ ഒരു 5 to 6 yearsലെ ഗ്യാപ്പ് ഉണ്ടാകും ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് റിസൈൻ ചെയ്യുന്ന ആ സമയം എന്ന് പറയുന്നത്. അപ്പം ഒരു 5 to 6 years ആകുമ്പോഴത്തേക്കിന് നമുക്കറിയാവുന്ന നമ്മുടെ ജൂനിയേഴ്സും അവിടുന്ന് ജോബ് റിസൈൻ ചെയ്ത് അവരും അവിടെ നിന്ന് മാറിയിട്ടുണ്ടാകും. അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ പേപ്പേഴ്സൊക്കെ പ്രീവിയസ് കോളേജസിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഹോസ്പിറ്റലിൽ നിന്ന് കളക്ട് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ കോണ്ടാക്ട്സ് കീപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു ഹെൽപ്ഫുള്ളായിരിക്കും. അത് അപ്പം നിങ്ങളുടെ കൂടെ പഠിച്ച നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇനിയെങ്കിലും ഇത്ര നാളും മിണ്ടാതിരുന്നവരാണെങ്കിൽ പോലും ഒരു 7-10 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും
നിങ്ങൾ അവരുടെ കോണ്ടാക്ട്സ് നിങ്ങൾ അവരോട് ഇടയ്ക്കൊക്കെ ഒന്ന് സംസാരിക്കുക, കീപ്പ് ഇൻ ടച്ച് വിത്ത് ദം. അവർക്ക് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കേട്ടോ. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലാണെങ്കിലും കോളേജസിലാണെങ്കിലും എൻ്റെ ജൂനിയേഴ്സൊക്കെ പാസ് ഔട്ടായി, അതുപോലെ തന്നെ അവരൊക്കെ വേറെ ഹോസ്പിറ്റലിലോട്ട് മാറിയിരുന്നു. അതും 3 years ആയപ്പോൾ തന്നെ എല്ലാവരും അവിടെ നിന്ന് മാറി കഴിഞ്ഞിരുന്നു. അപ്പം അതിൽ കൂടുതൽ എക്സ്പീരിയൻസ്, അതിൽ കൂടുതൽ ഗ്യാപ്പുള്ള ആൾക്കാരുടെ കാര്യം ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു ചേച്ചീനെ എനിക്കറിയാം. കാരണം ഒരു റിസൈൻ ചെയ്തിട്ട് ഒരു 5-6 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ആ കോളേജിലോട്ട് കോണ്ടാക്ട് ചെയ്യാൻ ചേച്ചിക്ക് വേറെ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. കാരണം അവിടുത്തെ മാനേജ്മെൻറ്റ് ഫുള്ള് മാറി. അപ്പം അറിയാവുന്ന ആരുമില്ല, ജൂനിയേഴ്സ് പോലും ഇല്ല. അപ്പം കുറേ ബുദ്ധിമുട്ടി, അങ്ങനെ കുറേ ടൈം ബാഗ് ഉണ്ടായി. അങ്ങനെയൊന്നും വരാതിരിക്കാനാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. അപ്പം എല്ലാവരോടും നിങ്ങളൊരു കോണ്ടാക്ട്സ് കീപ്പ് ചെയ്യുന്നത് ഇപ്പം ഇതിനു വേണ്ടി മാത്രമല്ല, നമ്മുടെ മുന്നോട്ടുള്ള ലൈഫിലും ഒരു നല്ല ഒരു കാര്യമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ജോബ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഏതൊക്കെയാണ്, നമുക്ക് ജോബ് അപ്ലൈ ചെയ്യുന്ന സൈറ്റിൽ നോക്കിയാൽ അറിയാം ഏതൊക്കെയാണ് ഏരിയ ഓഫ് എക്സ്പോഷർ എന്ന് നോക്കുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ സിവിയും കവർ ലെറ്ററും പ്രിപ്പയർ ചെയ്ത് മോഡിഫൈ ചെയ്ത് വെക്കുക. അപ്പം നിങ്ങളുടെ പാർട്ട്നേഴ്സ് നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നൈറ്റ് ആവുന്ന സമയത്ത് ഇവർക്ക് നമ്മുടെ നാട്ടിൽ ഇരിക്കുന്നവർക്ക് ഏർലി മോർണിംഗ് ആയിരിക്കും. സോ അവർക്കാണെങ്കിലും എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ജോബ് അപ്ലിക്കേഷൻസ് വെച്ചിട്ട് ജോബ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് വലിയൊരു റിലീഫായിരിക്കും. ഈവൻ എൻ്റെ ഹസ്ബൻഡിനും ഞാൻ CV ആണെങ്കിലും കവർ ലെറ്റർ ആണെങ്കിലും ഞങ്ങൾ 2 പേരും കൂടെ ഇരുന്ന് അയക്കുമായിരുന്നു. അതുപോലൊക്കെ എൻ്റെ കുറേ ഫ്രണ്ട്സ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അറ്റ് എ ടൈം നമ്മൾ 2 പേരിൽ നിന്നുള്ള ആപ്ലിക്കേഷൻസ് ആവുമ്പോൾ എന്താ ജോബ് കിട്ടാനുള്ളൊരു ചാൻസ്, അല്ലെങ്കിൽ ജോബിൻ്റെ ആപ്ലിക്കേഷൻ്റെ എണ്ണത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകും. അപ്പം ഇനി മുതൽ നിങ്ങളുടെ പാർട്ട്നേഴ്സിനോടുകൂടെ ഒന്ന് പറയുക, CV കവർ ലെറ്ററും ഒക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത് അവർക്കൂടെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ 2 പേരോട് ഇരുന്ന് ജോബിന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ആപ്ലിക്കേഷൻസ് കിട്ടാവുന്ന എല്ലാ വേക്കൻസീസിലോട്ടും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഞാൻ നാട്ടിൽ വന്നപ്പോൾ ചോദിച്ചിരുന്നടി 12 month വിസയിലല്ലേ നീ പോയത്, അപ്പം നീ എന്താ 12 month ഫുൾ അവിടെ നിൽക്കാതെ നീ തിരിച്ചു വന്നതെന്ന്. സോ ഇപ്പം 12 month വിസയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും സ്ട്രേറ്റ് 12 months ഫുള്ള് നമുക്ക് ന്യൂസിലൻഡിൽ നിൽക്കാൻ പറ്റത്തില്ല. ഒരു മാക്സിമം 9 months അതിനുള്ളിൽ നമുക്ക് തിരിച്ചു വരേണ്ടതായിട്ട് വരും. എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെയൊക്കെ കേസിൽ എനിക്ക് 12 month വിസയായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇഫ് യു ആർ സ്റ്റേയിങ് സ്ട്രേറ്റ് 3 months ആണെങ്കിൽ നമുക്ക് 3 months കഴിഞ്ഞിട്ട് എക്സിറ്റ് ചെയ്യാം. അത് എക്സിറ്റ് ചെയ്യാൻ ഒന്നുകിൽ ഇന്ത്യയിലോട്ട് തിരിച്ചു വരാം, അല്ലാന്നുണ്ടെങ്കിൽ നിയർ ബൈ ഫിജിയിലോട്ട് നമുക്ക് എക്സിറ്റ് ചെയ്തിട്ട് തിരിച്ചു കയറി നെക്സ്റ്റ് 6 months കൂടെ നമുക്ക് നീട്ടി തരുമായിരുന്നു നമ്മുടെ വിസ. അപ്പം എൻ്റെയൊക്കെ കേസിൽ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എക്സിറ്റ് അടിക്കാൻ അത്ര ധൈര്യമില്ലാത്തതുകൊണ്ടും പിന്നെ ക്യാഷിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഫിനാൻഷ്യലി നമ്മളത്ര സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ടും തന്നെ നമ്മൾ സ്ട്രേറ്റ് 6 months ആയിരുന്നു നിന്നത്. അപ്പോൾ നമ്മൾ സ്ട്രേറ്റ് 6 months നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 6 months കഴിഞ്ഞിട്ട് നമ്മുടെ വിസ നമ്മൾ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാനിടണം. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാനിടുമ്പോൾ 6+3 months കൂടെ ആയിരിക്കും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നത്. എങ്ങനെ പോയാലും 9 months ആയിരിക്കും നമ്മുടെ മാക്സിമം സ്റ്റേ എന്ന് പറയുന്നത്. ഇത് എൻ്റെ കേസിലായിരുന്നു കേട്ടോ. ഇപ്പം ഓരോരുത്തരുടെയും വിസ കിട്ടുന്നതനുസരിച്ചിട്ട് അവരുടെ കണ്ടീഷൻസ് വേരി ചെയ്യാം. അപ്പം നമ്മൾ അവിടെ പോകുമ്പോൾ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും ഇമിഗ്രേഷനുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അതിലൊക്കെ ഒന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏജൻസി വഴിയാണെങ്കിലും ഒന്ന് കൺഫേം വരുത്തുക അതൊക്കെ. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ശരിക്കും വീഡിയോ ചെയ്യണമെന്നൊന്നും വിചാരിച്ചതല്ല, പക്ഷേ നമ്മളിന്ന് ഇങ്ങനെ ആലോചിച്ച് കഴിയുമ്പോഴത്തേന് നമ്മൾ അനുഭവിച്ച കുറേ കാര്യങ്ങൾ മറ്റുള്ളവരിലോട്ട് എത്തിക്കുമ്പം അവർക്കത് ഒരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ, നമ്മൾ അനുഭവിച്ച അതേ കാര്യങ്ങൾ ഇനി അവരും അനുഭവിക്കേണ്ട എന്നോർത്താണ്, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് കരുതിയാണ് ഈ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആരും തന്നെ അങ്ങനെ തുറന്നു പറയാറില്ല. എന്നാലും കുറേ പേര് ഇപ്പം പണ്ടത്തെ പോലൊന്നുമല്ല, കുറേ പേര് അവരുടെ എക്സ്പീരിയൻസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം. കാരണം ഇനി വരുന്ന നഴ്സുമാർ ഒന്നും തന്നെ പറ്റിക്കപ്പെടാതിരിക്കട്ടെ. ഇപ്പോഴും പല ഏജൻസികളും അവിടെ വേക്കൻസീസ് ഉണ്ട് എന്ന് പറഞ്ഞ് കുറേ ക്യാപ് സീറ്റ് ആണെങ്കിലും ഒക്കെ കൊടുക്കുന്നുണ്ട്.
എനിവേ അതൊന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങൾ നല്ലപോലെ ഏത് ഏജൻസിനെ അപ്രോച്ച് ചെയ്താലും ഫുൾ എമൗണ്ട് കൊടുക്കാതിരിക്കുക. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് അവരോട് ചോദിച്ചിട്ട് നിങ്ങളുടെ ഡ്രീം കൺട്രിയിലോട്ട് എത്തിച്ചേരാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അതിനു മുന്നേ എൻ്റെ കഴിഞ്ഞ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു, നമുക്ക് HCIക്ക് വേക്കൻസീസ് ഉണ്ടോ ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം എൻ്റെ ഒരു അറിവനുസരിച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും ഇപ്പോൾ അവിടെയുള്ള ആൾക്കാരോടും നമുക്ക് ചെന്ന് കഴിഞ്ഞ് കുറച്ച് കോണ്ടാക്ട്സ് കിട്ടിയായിരുന്നല്ലോ. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും പറയുന്നത് അറ്റ് കറൻറ്റ് സിറ്റുവേഷനിൽ നഴ്സിംഗ് ആണെങ്കിലും HCI ആണെങ്കിലും വേക്കൻസീസ് പണ്ടത്തെ അപേക്ഷിച്ച് കുറവാണെന്നാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക. ഞാൻ ആരെയും നിരുത്സാഹപ്പെടുത്തുന്നില്ല. ആഗ്രഹം പോലെ നിങ്ങൾക്കൊരു ജോബ് കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.